ഓർക്കാപ്പുറത്ത് ഞാൻ നിശ്ചയിച്ചു വെച്ച വിഷയം മാറ്റിവെക്കേണ്ടി വന്നു. ഇന്നലെ രാവിലെ ഏകദേശം 11 മണിക്ക് ആം ആദ്മി പാർട്ടിയിലെ രാഘവ് ഛഡ്ഡ അദ്ദേഹത്തിൻ്റെ മറ്റ് 6 രാജ്യസഭാ MP-മാരുമായിട്ട് ആം ആദ്മി പാർട്ടി വിട്ട് BJP ലയിക്കുന്നതായിട്ട് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാസ്തവത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അമ്പരന്നുപോയി. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ 10 അതിലധികമോ രാജ്യസഭാ സീറ്റുള്ള ഒരു പാർട്ടിയും അവരുടെ 2/3 MP-മാരെയും കൊണ്ട് മറ്റൊരു പാർട്ടി ലയിക്കുന്ന ഒരൊറ്റ പ്രഖ്യാപനം ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഇന്ന് വരെ. അതാണ് ആം ആദ്മി പാർട്ടിയിലെ രാഘവ് ഛഡ്ഡ ചെയ്തത്. രാഘവ് ഛഡ്ഡ കുറച്ച് ദിവസമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഉടക്കിലായിരുന്നു. കൃത്യം പറഞ്ഞാൽ ഒരു 22-23 ദിവസമായി. രാഘവ് ഛഡ്ഡയെ രാജ്യസഭയിലെ ഉപനേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കേജ്രിവാൾ മാറ്റിയിരുന്നു. അത് വലിയൊരു സ്ഥാനമൊന്നുമല്ല. പക്ഷേ മാറ്റി രാഘവ് ഛഡ്ഡയ്ക്ക് അത് വിഴുങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഇവർ രാജ്യസഭാ സ്പീക്കർക്ക്, രാജ്യസഭാ ചെയർമാൻ കത്ത് കൊടുത്തു. ഈ ആം ആദ്മി പാർട്ടിക്ക് സംസാരിക്കാനുള്ള സമയത്ത് രാഘവ് ഛഡ്ഡയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കരുത്, അത് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ആളെ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. അത് അകത്ത് തീരുമാനിച്ചാൽ മതിയായിരുന്നു. രാഘവ് ഛഡ്ഡ സംസാരിക്കേണ്ട, മറ്റാരെങ്കിലും സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരനായതുകൊണ്ട്, അല്പം സിവിലൈസ്ഡ് ആയ മനുഷ്യനായതുകൊണ്ട് രാഘവ് ഛഡ്ഡ ചിലപ്പോൾ ആ അപമാനവും സഹിച്ചു എന്ന് വന്നേനെ. പക്ഷേ ഈ കത്ത് കൊടുത്ത് രാജ്യസഭയിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവർക്കും ചെയർമാനും കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രാഘവ് ഛഡ്ഡയ്ക്ക് അത് വലിയ അപമാനമായി. രാഘവ് ഛഡ്ഡയെ പറ്റി ആം ആദ്മി പാർട്ടിക്കുള്ള പരാതി, രാഘവ് ഛഡ്ഡ അനാവശ്യമായ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കുന്നു. രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഒഴിച്ച് ബാക്കി 9 പേരിൽ ഒരാൾ പോലും നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ആക്രമിക്കാറില്ല. അരവിന്ദ് കേജ്രിവാളിന് വേണ്ടത് രാഹുൽ ഗാന്ധിയെ പോലെ നാക്കെടുത്താൽ നരേന്ദ്രമോദിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക. നരേന്ദ്രമോദി ഭീരുവാണ്, പൊക്കം കുറഞ്ഞ ആളാണ്, കറുത്തവനാണ്, ചായക്കാരനാണ്, എൻ്റെ മുഖത്ത് നോക്കാൻ അങ്ങേർക്ക് ധൈര്യമില്ല, അങ്ങനെ കണ്ടോ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ചീപ്പായിട്ടുള്ള ആരോപണങ്ങൾ നടത്തുക. ഇത് സഞ്ജയ് സിംഗ് ചെയ്യും. അദ്ദേഹം ഈ അരവിന്ദ് കേജ്രിവാളിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങേര് ചെയ്യും. അങ്ങേരാണ് രാജ്യസഭയിലെ നേതാവ്. ബാക്കി 9 പേരും ഇത് ചെയ്യില്ല. രാഘവ് ഛഡ്ഡയാണെങ്കിൽ, രാഘവ് ഛഡ്ഡ കഴിഞ്ഞ ദിവസം ഉയർത്തിയ ഒരു പ്രശ്നം, ഈ എയർപോർട്ടിലെ ചായയ്ക്കും കാപ്പിക്കുമൊക്കെ 150ഉം 200ഉം രൂപ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ന്യായമാണ്? വാസ്തവത്തിൽ സാധാരണക്കാരനായി എനിക്കും തോന്നിയിട്ടുണ്ട്. ചില ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ എയർപോർട്ടിനുള്ളിൽ 150 രൂപ, 100 രൂപയൊക്കെ ആയിരുന്നു, ഇപ്പം 150ആയി. കാപ്പിക്ക് 250 രൂപ. ഇതെന്ത് സ്വർണം കൊണ്ടുള്ള കാപ്പിയോ? ഇതെന്ത് പരിപാടി? 2 ചെറിയ ഇഡ്ഡലി, വളരെ ചെറിയ ഇഡ്ഡലി, 2 വട, വളരെ ചെറിയ വട, ദോഷം പറയുന്നില്ല, അതിൻ്റെ തുള വളരെ വലുതാണ്. അങ്ങനെയുള്ള 2 ഇഡ്ഡലി, 2 വട, 310 രൂപ, 420 രൂപ. ഇതൊക്കെ ഏത് വകുപ്പിലാണെന്നാണ് രാഘവ് ഛഡ്ഡ ചോദിക്കുന്നത്. ശരിയാണ്, അത് പാവങ്ങളുടെ പ്രശ്നമാണോ? അല്ല. പക്ഷേ അതും ഒരു പ്രശ്നമല്ലേ? അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെ എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റുകൾ, വാങ്കോ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പലവിധ റെസ്റ്റോറൻറ്റുകളുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ജനങ്ങളെ പരസ്യമായിട്ട് കൊള്ളയടിക്കുന്നത് എന്ത് പരിപാടിയാണ്? എയർപോർട്ടിൽ ഏത് സാധനം വാങ്ങിയാലും, പച്ചവെള്ളം വാങ്ങിയാൽ 200 മില്ലി പച്ചവെള്ളത്തിന്
50 രൂപ 100 രൂപയൊക്കെ മേടിക്കും. ഇതെന്താടാ പനിയത്? ഒരു ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി പോലും എയർപോർട്ടിൽ കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ എയർപോർട്ടുകൾ ഈ ലുലു മാള് പോലത്തെ മാളുകളാണ്. മാളിനോട് ചേർന്ന് 2 റൺവേ ഉണ്ടാക്കിയിട്ടാൽ എയർപോർട്ടായി. ഇതാണ് നമ്മുടെ സംവിധാനം. അത്രയ്ക്കാണ് അവിടെ നടക്കുന്ന കച്ചവടം. കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനം വരികയും പോവുകയും ചെയ്യുന്ന ഒരു സൈഡ് ബിസിനസ് മാത്രം. ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ രാഘവ് ചഡ്ഡ രാജ്യസഭയിൽ ഉന്നയിച്ചു. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്ക് വലിയ ബുദ്ധിമുട്ടായി ഇതൊക്കെ ന്യായീകരിക്കാൻ. അങ്ങനെയൊക്കെ ഭരണകക്ഷിയെ പുള്ളി പ്രതിരോധത്തിലാക്കുമെങ്കിലും മോദിയെ അമിത്ഷായൊക്കെ ആക്രമിക്കണ്ടേ, അമിത്ഷായെ കൊടവേറനെന്ന് വിളിക്കണ്ടേ, അത് ചെയ്യുന്നില്ല. അപ്പോൾ അത് കേജ്രിവാളിനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് രാഘവ് ചഡ്ഡ സംസാരിക്കേണ്ട എന്നൊരു തീരുമാനം വന്നത്. അതിന് മറുപടിയായിട്ട് രാഘവ് ചഡ്ഡ പത്രസമ്മേളനത്തിലും ഒരു പ്രൈവറ്റ് വീഡിയോയിലും പറഞ്ഞു, മേ ഘായൽ ഹൂം ലേക്കിൻ ഘാതക് ഹൂം. ഞാൻ മുറിവേറ്റവനാണ്, പക്ഷേ ഞാൻ വലിയ അപകടകാരിയാണ്, ഘാതകനാണ്, അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും രാഘവ് ചഡ്ഡ എന്ത് ചെയ്യാൻ. കുറച്ച് കാശ് കയ്യിലുണ്ട്, പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, വളരെ സിവിലൈസ്ഡാണ്. കച്ചറ ബഹളത്തിനോ അതിനൊന്നും രാഘവ് ചഡ്ഡയെ കിട്ടില്ല. രാഘവ് ചഡ്ഡയെ അരവിന്ദ് കെജ്രിവാൾ ചുണ്ണാമ്പിട്ട് നിർത്തിയിട്ട് കാലം കുറയായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ അയാൾക്ക് വേണ്ടി കരയാൻ രാഘവ് ചഡ്ഡ ഉണ്ടായില്ല. ആ സമയത്ത് രാഘവ് ചഡ്ഡ ഇംഗ്ലണ്ടിൽ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയിരുന്നു. എന്നാൽ അവിടുന്ന് എന്തെങ്കിലും എക്സിൽ പോസ്റ്റ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഞങ്ങളുടെ നേതാവിനെ ജയിലിലിട്ട് തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കണ്ടേ. ഇതൊന്നും വെച്ചില്ല. എനിക്ക് സുഖമില്ല, ഞാൻ ചികിത്സയിലാണ്, ദാറ്റ് ഈസ് ഓൾ. ആ മനുഷ്യന് അക്ഷരം വേണ്ടിയില്ല. ഈ ബഹളമെല്ലാം കഴിഞ്ഞ് കേജ്രിവാളിന് ജാമ്യം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാഘവ് ചഡ്ഡ തിരിച്ചു വന്നു. അന്ന് കേജ്രിവാൾ തീരുമാനിച്ചതാണ് ഇവനെ തീർക്കണം. ഈ നമ്മളുടെ കുടുംബ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ വൺ മാൻ പാർട്ടികൾ, അതിലൊക്കെയുള്ള ഒരു കുഴപ്പം ഇതാണ്. ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും അതിൻ്റെ തലപ്പത്തുള്ള ആളിന്. നിങ്ങൾ സ്റ്റാലിനെ നോക്കൂ, സ്റ്റാലിന് ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഉദയനിധി സ്റ്റാലിനെ പ്രായം കുറവുള്ള ആ ചെറുക്കന് പുള്ളി പിടിച്ച് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാക്കി. ഇല്ലേ, വേറെ ആരെയും കിട്ടിയില്ല. DMKയിൽ എത്രയോ വലിയ നേതാക്കളൊക്കെ ഉണ്ട്, എത്ര വർഷമായ ആൾക്കാർ, പക്ഷെ ചെയ്യില്ല. സ്വന്തം മകന് കൊടുക്കും. സിംഗിൾ മാൻ പാർട്ടി. ഇപ്പോൾ ഒറീസയിൽ ബിജു ജനതാദളിൻ്റെ നേതാവ് ഈ ഇദ്ദേഹമാണ്, നവീൻ പട്നായിക്കാണ്. രണ്ടാമനാര ആരുമില്ല, ആരെയും വെച്ചില്ല. തോറ്റു കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണമായിട്ട് തോറ്റു. ബീഹാറിൽ മോദിയുടെ വലിയ സുഹൃത്താണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിനൊരു മകനുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കാര്യമായിട്ട് ഇറങ്ങിയില്ല. ഇപ്പം ഇത്തവണ MLA ഒക്കെ ആയിട്ടുണ്ട്. നിതീഷ് കുമാറിനൊരു നമ്പർ 2 ഉണ്ടായില്ല. വൺ മാൻ പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെ JD. മമതാ ബാനർജി അങ്ങനെയാണ്. മമതാ ബാനർജിയുടെ നമ്പർ 2 ആരാ ആർക്കും അറിയില്ല. നമ്പർ 2 ഉണ്ടാവാൻ മമതാ ബാനർജി സമ്മതിക്കുകയുമില്ല. അപ്പോൾ ഒന്നുകിൽ മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും അധികാരം. ഇതാണ് വൺ മാൻ പാർട്ടി അല്ലെങ്കിൽ ഫാമിലി ബേസ്ഡ് പാർട്ടി ഒക്കെ ഉള്ളത്. ഇതിൻ്റെ വലിയൊരു രൂപമാണ് കോൺഗ്രസ്സിലൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലുള്ളവർക്ക് കോൺഗ്രസ്സിൽ ആൾ കളിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരൊക്കെ പോക്ക് തന്നെ. അപ്പോൾ ആം ആദ്മി പാർട്ടിയിലും ഈ സ്ഥിതിയൊക്കെ വന്നു. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ തുടക്കം ഒന്ന് ആലോചിച്ച് നോക്കി. 2012 അണ്ണാ ഹസാരയുടെ സമരം നടക്കുന്നു. ലോക്പാൽ ബില്ലിന് വേണ്ടിയിട്ട് സത്യാഗ്രഹം ഇരിക്കുന്നു അണ്ണാ ഹസാരെ. അസാമാന്യമായ ജനപിന്തുണയായിരുന്നു ആ സത്യാഗ്രഹത്തിന്. എല്ലാവരും പാർട്ടി വ്യത്യാസം മറന്ന് ഗാന്ധിയനായ അണ്ണാ ഹസാരയെ അഭിവാദ്യം ചെയ്ത് പ്രസംഗിക്കാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു. കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാൾ. അന്ന് അരവിന്ദ് കെജ്രിവാൾ
ഒരു RTI ആക്ടിവിസ്റ്റാണ്. RTI ആക്ടിവിസം എന്ന് വെച്ചാൽ RTI വഴി വിവരം ശേഖരിച്ചിട്ട് ആ വിവരം വെച്ച് സർക്കാരിനെ കുഴപ്പത്തിലാക്കുക. അതാണ് RTI ആക്ടിവിസ്റ്റുകളുടെ ജോലി. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാരമ്പര്യമുള്ള ആളാണ് കേജ്രിവാൾ. കേജ്രിവാൾ ഇന്ത്യൻ റവന്യൂ സർവീസ് IRS അത് കിട്ടിയ ആളാണ്. അദ്ദേഹം ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. അത് രാജിവെച്ച് ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞിറങ്ങിയ ആളാണ്. അപ്പോൾ അന്ന് അണ്ണാ ഹസാരെ പറഞ്ഞു, ഈ മൂവ്മെൻറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടി ആവില്ല, യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല, അഴിമതി തുടച്ചു നീക്കലാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യാഗ്രഹം ഇരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഗാന്ധിയനാണ്, അദ്ദേഹത്തെ എല്ലാവരും വിശ്വസിച്ചു, എല്ലാവരും പോയി. ഞാനന്ന് എന്തോ ആവശ്യത്തിന് ഡൽഹിയിലുണ്ട്, എനിക്ക് തോന്നുന്നു നാഷണൽ ആർക്കൈവ്സിലോ അങ്ങനെ എന്തോ ആവശ്യത്തിന് ഞാൻ പോയതാണ്. ഞാൻ ഈ ആൾക്കൂട്ടം കണ്ട് ഭ്രമിച്ചുപോയി. അവരുടെ അവിടെ പോയി അണ്ണാ ഹസാരേക്ക് അഭിവാദ്യം അർപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന്, എൻ്റെ ഭാഗ്യത്തിന് ഒരു സീനിയർ RSS പ്രചാരകനെ യാദൃച്ഛികമായിട്ട് കാണാനിടയായി. തീർത്തും യാദൃച്ഛികമായിട്ട്. ദൈവം പറഞ്ഞു വിട്ടതായിരിക്കണം കേട്ടോ. എന്താ മോഹൻദാസ് എന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ അവിടെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. അണ്ണാ ഹസാരയുടെ അവിടെ അരവിന്ദ് കെജ്രിവാൾ വളർന്നു വരുന്നൊരു നേതാവാണില്ല, പൊളിറ്റിക്സ് ഒന്നുമില്ല, എല്ലാവരും പോകുന്നുണ്ട്. ഗോവിന്ദാചാര്യ പോയി, ഗുരുമൂർത്തി പോയി, റാം മാധവ് പോയി. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് അല്പസ്വല്പം പരിചയവും ഒക്കെ എനിക്കുണ്ട്. അവർക്ക് എൻ്റെ മേൽ കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ചെറിയ മനുഷ്യനാണല്ലോ, ആര് ശ്രദ്ധിക്കാൻ, പോയാലെന്താ പോയില്ലെങ്കിൽ എന്താ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് മോഹൻദാസ് ചെറിയ ആളാണ്, പോയാലെന്താ പോയില്ലെങ്കിൽ എന്താ, അതും ശരിയാണ്. പക്ഷെ മോഹൻദാസിന് വേണമെങ്കിൽ പ്രശസ്തനാവാം, ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അത് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പഴയ RSSകാർ കേരളത്തിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ച് ഡൽഹിയിൽ വന്നിരിക്കുന്നു അണ്ണാ ഹസാരേക്ക് ആശംസ അർപ്പിക്കാൻ. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ വലിപ്പം നോക്കും. അത് ഡൽഹിയിൽ നിന്ന് കേരളം വരെ എത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹൻദാസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് TV-യിലും പിറ്റേ ദിവസം പത്രത്തിൽ ഒരു കോളം ഫോട്ടോയോ വാർത്തയോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ വരുത്താൻ പറ്റും. എനിക്കതിന് കണക്ഷൻസൊക്കെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അത് ചെയ്തു തരും. വേണമെങ്കിൽ ഷൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ പോകണ്ട. ഞാൻ പറഞ്ഞല്ല, പോകണ്ടെന്ന് പറയാൻ എന്താ കാര്യം? മോഹൻദാസ്, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആ അരവിന്ദ് കെജ്രിവാൾ അത്ര നല്ലവനല്ല. ഞാൻ പറഞ്ഞു, നല്ലവനല്ലെങ്കിൽ അണ്ണാ ഹസാരെ അവനെ അടുപ്പിക്കുമോ? അണ്ണാ ഹസാരെ സാധുവാണ്, ഗാന്ധിയനാണ്, മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്രയിൽ തന്നെ മുംബൈക്കാരനൊന്നും അല്ല. ഒരു വില്ലേജിൽ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കും. ഇപ്പോൾ എല്ലാം ഗ്രാമപ്രദേശത്താണ് അണ്ണാ ഹസാരയുടെ ജോലി. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഈ സത്യാഗ്രഹം അദ്ദേഹം മുംബൈയിൽ നടത്താനാണ് ഇരുന്നത്. ഡൽഹിയിൽ വേണം സത്യാഗ്രഹം നടത്താൻ എന്നൊക്കെ പറഞ്ഞ് പെർസ്വേഡ് ചെയ്ത് അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവന്നത് കേജ്രിവാളാണ്. അന്ന് ഞാൻ അന്വേഷിച്ചു ആരാണ് കേജ്രിവാൾ. അയാൾക്കൊരുപാട് ഈ ഡൂബിയസ് കണക്ഷൻസൊക്കെ ഉണ്ട്. തെളിവൊന്നും മോഹൻദാസിനോട് ചോദിക്കരുത്, എനിക്കറിയാം, എൻ്റെ കയ്യിൽ മുഴുവൻ തെളിവൊന്നുമില്ല. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മാൻ, ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം. അതുകൊണ്ട് മോഹൻദാസ് അവിടെ പോകണ്ട. ഇനി ഈ പറഞ്ഞ പോലെ പ്രശസ്തിയോ ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ പോക്കൂ. ഞാൻ പറഞ്ഞു, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. എന്നാലും ഉള്ളിൽ എനിക്ക് തോന്നി, നമ്മുടെ പതഞ്ജലി യോഗ ബാബ രാംദേവ് അദ്ദേഹം പോയി, അന്ന് വലിയ ബഹളമൊക്കെ നടന്നു. ഗുരുമൂർത്തി പോയി, ഗോവിന്ദാചാര്യ പോയി, റാം മാധവ് പോയി, പിന്നെ എനിക്ക് പോയാലെന്താ, പിന്നെ ഇദ്ദേഹം എനിക്ക് ഈക്വലി റെസ്പെക്റ്റബിളാണ് കേട്ടോ. ഈ പറഞ്ഞ ആൾക്കാരെ പോലും ഈക്വലി റെസ്പെക്റ്റബിളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത്, പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അങ്ങനെ അദ്ദേഹം ആരുടെ അടുത്തും എന്നും പേര് വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് താൻ. ബട്ട് ഹീ ഈസ് എ വെരി ഹൈ ഒഫീഷ്യൽ. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉപദേശം മാനിച്ച് ഞാൻ അവിടെ പോയില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക്
ഞാൻ പോകാഞ്ഞത് ഒരു വലിയ നല്ല കാര്യമായി എൻ്റെ ജീവിതത്തിൽ. അല്ലെങ്കിൽ അറിയാതെയാണെങ്കിലും ഈ തല്ലിപ്പുഴയുടെ കൂടെ ഞാൻ നിൽക്കുന്ന ഫോട്ടോ ആരും എടുത്തില്ലെങ്കിൽ പോലും നിന്നു എന്നുള്ളൊരു ചിത്രം എൻ്റെ ഉള്ളിലുണ്ടാകുമല്ലോ. അത് ഇല്ലാതെയായി ഈ നല്ല മനുഷ്യൻ്റെ ഉപദേശം കൊണ്ട്. കേജ്രിവാൾ ഈ വാക്കൊക്കെ തെറ്റിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അണ്ണാ ഹസാരേക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ തമ്മിൽ വഴക്കായി. നിനക്ക് ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണാ ഹസാരെ പാട്ടിന് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചുപോയി. കേജ്രിവാൾ വെച്ചടി കയറി ഡൽഹിയിൽ 2 തവണ അധികാരത്തിൽ വന്നു. ടെക്നിക്കലി പറഞ്ഞാൽ 3 തവണ അധികാരത്തിൽ വന്നു. സിംഹാസനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേജ്രിവാളിൻ്റെ ഭാവം മാറി. ഓരോരുത്തരായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി. ശാന്തിഭൂഷൺ, അദ്ദേഹത്തിൻ്റെ മകൻ പ്രശാന്ത് ഭൂഷൺ, നമ്മളുടെ ത്വരപ്പൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ശാന്തിഭൂഷൺ. ശാന്തിഭൂഷൺ 1 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് സംഭാവന ചെയ്തു തുടക്കത്തിൽ. പിന്നീട് സംഭാവനകൾ കൂമ്പാരമായിട്ട് വരാൻ തുടങ്ങി. ഒരുപാട് ചെറുപ്പക്കാർ ജോലിയിൽ നിന്ന് ലീവെടുത്ത് ജോലി കളഞ്ഞ് ഇങ്ങനെയൊക്കെ ആദർശത്തിന് വേണ്ടിയിട്ട്, സ്വച്ഛമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ പിന്നാലെ അങ്ങ് കൂടി അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ശാന്തിഭൂഷൺ രാജിവെച്ചു. പ്രശാന്ത് ഭൂഷണെ അരവിന്ദ് കെജ്രിവാൾ തല്ലിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിറ്റ്കോഫ് ഗാലിബാഫിനെ തല്ലി എന്ന് നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ട്. അതൊരു തമാശയായിട്ട് എല്ലാവരും എടുത്തു. അങ്ങനെയല്ല, അത് നടന്ന കാര്യം തന്നെയാണ്. അത് അപവാദമായിരുന്നു. ഇപ്പോൾ ഏകദേശം അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പം പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ വിറ്റ്കോഫും ജെറാൾഡ് കുഷ്ണറും ഉണ്ട്, ഗാലിബാഫില്ല. പകരം അരാക്ചിയാണ് വരുന്നത്. ഈ തല്ലിന് സാക്ഷിയായ അരാക്ചി വരുന്നത്. അപ്പോൾ ഈ അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വലിയ ആൾക്കാരൊക്കെ അല്ലേ എന്ത് ചെയ്താൽ അടിക്കുകയൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, അടിക്കും, തല്ലും. അപ്പോൾ കേജ്രിവാൾ ഈ പ്രശാന്ത് ഭൂഷണെ തല്ലിച്ചു. അയാളെ കൈകൊണ്ട് തല്ലിയില്ല. കാരണം പ്രശാന്ത് ഭൂഷണേക്കാൾ അല്പം ആരോഗ്യം കുറവാണ് കേജ്രിവാളിന്. അതുകൊണ്ട് തിരിച്ച് 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. തടിയുള്ളവരെ കൊണ്ട് തല്ലിച്ചു. പ്രശാന്ത് ഭൂഷൺ പുറത്ത് പറയാൻ നിർവാഹമുണ്ട്, പക്ഷെ തല്ലി എന്നുള്ളത് എല്ലാവർക്കും പറയും. പ്രശാന്ത് ഭൂഷൺ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. യോഗേന്ദ്ര യാദവ് രാജിവെച്ചു. കുമാർ വിശ്വാസ് രാജിവെച്ചു. ഷാസി ആൽമി നേരത്തെ രാജിവെച്ചു. ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ വലിയ തമ്പുരാനുണ്ട് മാധ്യമത്തിൽ, ആശുതോഷ്. അയാളെ കവിഞ്ഞ് വേറെ ആളില്ല എന്നാണ് അയാളുടെ ഭാവം. ഈ ഭാവം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ കേജ്രിവാൾ സമ്മതിക്കുമോ? അവസാനം അയാൾ പുറത്തു പോയി. അയാളില്ലാത്ത ചീത്തയെല്ലാം കേജ്രിവാളിനെ പറഞ്ഞു. അയാൾ കോൺഗ്രസ്സുകാരനായിട്ട് മാറി. കോൺഗ്രസ്സിൽ ചേർന്നില്ല, പക്ഷേ കോൺഗ്രസ് അനുകൂല ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. യോഗേന്ദ്ര യാദവ് വലിയ പഞ്ചരവാംഗം വർത്താനൊക്കെ പറഞ്ഞു. കേജ്രിവാൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. കേജ്രിവാളിൻ്റെ കൂടെയുള്ള ആളുകൾ ഡിസല്യൂഷനായി. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ആദർശ രാഷ്ട്രീയം പ്രതീക്ഷിച്ച് വന്നവരാണ് കൂടുതൽ. കുറേ പേര് കരിയറിസ്റ്റുകളും വരുമല്ലോ. പക്ഷേ ഈ ആദർശ രാഷ്ട്രീയക്കാർ കേജ്രിവാളിനോട് പറഞ്ഞു, ആദർശം വിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇവരുടെ വഴക്ക് ആദ്യം തുടങ്ങുന്നത് BJP നിന്ന് രാജിവെച്ച് വന്ന ഒരാൾക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിൽ MLA ആയിട്ട് മത്സരിക്കാൻ അനുവാദം കൊടുത്തു കേജ്രിവാൾ. അപ്പോൾ ഇവരൊക്കെ കൂടെ പറഞ്ഞു, അല്ല മിനിഞ്ഞാന്ന് കാലുമാറി വന്നവന് നമ്മളുടെ പാർട്ടിയുടെ സീറ്റ് കൊടുക്കുന്നത് എന്ത് മര്യാദയാണ്, അതൊരു ആദർശ രാഷ്ട്രീയമല്ല. കേജ്രിവാൾ പറഞ്ഞു, ആദർശ രാഷ്ട്രീയം കൊണ്ടിരുന്നാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആദർശ രാഷ്ട്രീയം നടപ്പിലാക്കാം. അല്ലാതെ ആദർശ രാഷ്ട്രീയത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഭാരതത്തിൽ അസാധ്യമാണ്. അതുകൊണ്ട് ഏത് വിധേനയും തിരഞ്ഞെടുപ്പ് ജയിക്കുക, അധികാരത്തിൽ വരിക, വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദർശങ്ങൾ നടപ്പിലാക്കാം. അപ്പോൾ ഈ ആദർശവാദികൾ പറഞ്ഞു, നിങ്ങൾ ആദർശരാഹിത്യത്തിലൂടെ അധികാരത്തിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ആദർശവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഗുണ്ടകളും കള്ളപ്പണക്കാരും സഹായിച്ചാണ് നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആദർശ രാഷ്ട്രീയം നടപ്പാക്കാൻ പറ്റുന്ന എങ്ങനെ? ഗുണ്ടയും കാശുകാരനും പറയുന്നത് കേൾക്കേണ്ടി വരും.
അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു അല്ല, അധികാരമാണ് മുഖ്യം, അത് കഴിഞ്ഞാവട്ടെ പൊന്നാര്യൻ. ബാക്കിയുള്ളവർ സമ്മതിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആ കയ്പ് പല രീതിയിൽ ഇവരുടെ പാർട്ടിയിൽ നിലനിന്നു. ആത്മാർത്ഥമുള്ള ആളുകൾക്ക് വിലയില്ല എന്ന് വന്നു. അതിൻ്റെ അവസാനത്തെ കണ്ണി വാസ്തവത്തിൽ രാഘവ് ചഡ്ഡയല്ല, സ്വാതി മലിവാലായിരുന്നു. അവരെയും സ്വന്തം PA കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തല്ലിച്ചു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ആ സ്ത്രീയെ തല്ലി. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ തല്ലുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ബട്ട് ദാറ്റ് വിൽ ബി ഡൺ, ദാറ്റ് ഈസ് ബീയിങ് ഡൺ. അടിക്കും, യോജിപ്പില്ലാത്തവരെ അടിച്ചൊതുക്കും, അടിച്ചിറക്കും. ചിലപ്പോൾ ഓഫീസിനുള്ളിലായിരിക്കും, ചിലപ്പോൾ നാട് റോഡിലായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിൽ അടി നടക്കാത്ത പാർട്ടികൾ ഇല്ല എന്ന് തന്നെ പറയണം. ചെറുതും വലുതുമായ സകല പാർട്ടിയിലും കയ്യാങ്കളി നടക്കും. ഇത് സുവിദിതമായ ഒരു കാര്യമാണ്. അത് ആം ആദ്മി പാർട്ടിയിൽ നടക്കും. ഏതായാലും രാഘവ് ചഡ്ഡ മേ ഘായൽ ഹൂം ഇസ്ലിയെ ഘാതക് ഹൂം എന്ന് പറഞ്ഞത് നടപ്പിലാക്കി കാണിച്ചു. 10ൽ 7 പേരെയും കൊണ്ട് നേരെ BJPയിലേക്ക് ചുമ്മാ അങ്ങ് നടന്നു കയറി. ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ ആലോചിക്കുക. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ്. ബംഗാളിൽ ജനങ്ങൾക്ക് ഈ ഒരു സംശയം, കഴിഞ്ഞ ദിവസം ഞാൻ ബംഗാൾ തെരഞ്ഞെടുപ്പ് കവർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, TMCക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ തല്ല് കിട്ടും എന്നുള്ള അവസ്ഥയുണ്ട് ബംഗാളിൽ. ഇപ്പോൾ കേന്ദ്രസേനയൊക്കെ ഉണ്ട്, നീ പോയി വോട്ട് ചെയ്യും. എടാ, കേന്ദ്രസേന ഒരു 2 ആഴ്ച കൂടെ ഉണ്ടാവും തെരഞ്ഞെടുപ്പ് കഴിയും. പക്ഷേ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. കേന്ദ്രസേന കേന്ദ്രത്തിലേക്ക് സ്ഥലം വിടും. നിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കണ്ടോളാം. ഈ രീതിയിലുള്ള ഭീഷണി. അപ്പോൾ BJP അധികാരത്തിൽ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ കുറേ അധികം പേര് BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ പേടിച്ചിട്ട് TMCക്ക് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാതിരിക്കാൻ സാധ്യവുമല്ല. കാരണം പോളിംഗ് ബൂത്തിലെത്തിക്കോളണം, അല്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. ഇതാണ് ബംഗാളിലെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ 3ൽ 2, 10ൽ 7 പേര് മറുകണ്ഠം ചാടി എന്ന് വരുമ്പോൾ ബംഗാളിൽ ഇതിനുണ്ടാകുന്ന ഫലം ബംഗാളിലും ഇത് സാധ്യമാണ്. BJP ഇതിൻ്റെ ഉസ്താദ്മാരാണ്. ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ ആളുകൾ കളിയാക്കി വിളിക്കുമെങ്കിലും BJP ഇക്കാര്യത്തിൽ നമ്പർ 1 ആണ്. ആളുകളെ മറ്റ് പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുത്ത് ഓവർനൈറ്റ് സ്വന്തം മന്ത്രിസഭ ഉണ്ടാക്കാനൊക്കെയുള്ള മിടുക്കവർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ബംഗാളിലെ അന്തരീക്ഷം വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറിയിട്ട് BJP അധികാരത്തിൽ വരും. ഇനി അഥവാ വരാൻ കുറച്ച് സീറ്റുകൾ കുറവാണെങ്കിൽ TMCയെ പിളർത്തിക്കൊണ്ട് അവർ സർക്കാരുണ്ടാക്കും. ആം ആദ്മി പാർട്ടിക്ക് പിളരാമെങ്കിൽ മമതാ ബാനർജിക്കും പിളർന്നുകൂടെ? ഇപ്പോൾ ഈ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ പൊളിറ്റിക്കൽ ഗോസിപ്പ്. ഞാനിത് പറയുമ്പോൾ ഗോസിപ്പാണ്, പരദൂഷണമാണ്, അത് ശരിയല്ല എന്നൊക്കെ പറയുമെങ്കിലും കേൾക്കുന്ന എല്ലാവരും അത് രസിക്കും. ഇപ്പോൾ ബംഗാളിൽ നിലവിലുള്ള ഈ പരദൂഷണം 2 ടൈപ്പാണ്. ഒന്ന്, BJP അധികാരത്തിൽ വരും, ഇത്തവണ ഫോർമിഡബിൾ ഫോഴ്സാണ്. അതിന് ഇന്ന കാരണങ്ങൾ, ഇന്ന സംഗതികൾ, അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു. അടുത്ത നരേറ്റീവ്, TMC അധികാരത്തിൽ വരും, ഭൂരിപക്ഷം ഒന്ന് കുറയുന്നേ ഉള്ളൂ, BJPക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഇന്ന കാരണങ്ങൾ, ഇന്ന ഏരിയയിലെ വോട്ടിംഗ് ശതമാനം കണ്ടില്ലേ, അത് ഇത് എന്നൊക്കെ പറയുന്നത് ഞാൻ. മൂന്നാമത്തതാണ് ഇന്നലെ മുതൽ ഇറങ്ങിയിരിക്കുന്നത്, BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർ തന്നെ ഭരിക്കും. കാരണം അവർ TMCയെ പിളർത്തിയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതിന് കഥകളൊക്കെ ഉണ്ട്. മമതാ ബാനർജിക്ക് വയസ്സായി, അവർക്കൊരു റൈറ്റ് ഹാൻഡ് എന്ന് പറയാൻ ഒരാളില്ല, അവരുടെ പിൻഗാമി ആരാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ MLA-മാരും ഒക്കെ ആയിട്ട് 2-3 പേര് അവരുടെയൊക്കെ പേരുമൊക്കെ പറയും, മുഖർജി, ബാനർജി, ഇങ്ങനെയുള്ള കുറേ പേരുകൾ, അതൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുണ്ടായി കഴിഞ്ഞാൽ
നമുക്ക് ഈ ചായക്കടയിലിരുന്ന് ചർച്ച ചെയ്യാനൊരു വകുപ്പായി. സംഭവം വകുപ്പായെങ്കിലും ഇതിങ്ങനെ പറഞ്ഞ് ആളുകൾ ഇത് വിശ്വസിക്കാൻ തുടങ്ങി. ഇത് സത്യമല്ലെങ്കിൽ പോലും വിശ്വസിക്കാൻ തുടങ്ങി. BJP തോറ്റാലും BJP അധികാരത്തിൽ വരും, മമത ഏതായാലും പുറത്തു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം വന്നാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സീറ്റുകൾ BJP പോലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും പ്രതീക്ഷിക്കാത്ത വിജയം രണ്ടാം ഘട്ടത്തിൽ BJPക്ക് ഉണ്ടാവും. അതാണ് ആം ആദ്മി പാർട്ടിയുടെ തകർച്ച. BJPക്ക് ബംഗാളിൽ ഗുണം ചെയ്യുന്ന ഇക്വേഷൻ അതാണ്. തകർന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ്. അതിൻ്റെ ക്ഷീണം അവർക്ക് സംഭവിക്കാൻ പോകുന്നത് പഞ്ചാബിലാണ്. പക്ഷേ അതിൻ്റെ ഇമ്മീഡിയറ്റ് ഫോൾ ഔട്ട് ബംഗാളിൽ മമതാ ബാനർജിയാണ്. അപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ കേജ്രിവാളിനെ തോൽപ്പിക്കാൻ രാഘവ് ചഡ്ഡ എടുത്ത അടവ് പോയി കൊണ്ടത് മമതാ ബാനർജിയുടെ ചങ്കത്താണ്. രാഘവ് ചഡ്ഡയും സന്ദീപ് പാഠക് എന്ന ആളും ഇവരൊക്കെ പഞ്ചാബ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. മേ ഘാതക് ഹൂ എന്ന രാഘവ് ചഡ്ഡ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത അട്ടിമറി അവർ പഞ്ചാബ് അസംബ്ലിയിലായിരിക്കും. പഞ്ചാബ് അസംബ്ലിയിൽ ഇപ്പോൾ കംഫർട്ടബിൾ മെജോറിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് 103-ൽ 97 സീറ്റോ അങ്ങനെ എന്തോ ഭീമാകാരമായ ഭൂരിപക്ഷമാണ് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലുള്ളത്. ബട്ട് ഇതിൻ്റെ 2 ഇളക്കിക്കൊണ്ട് ഈ 2 പഞ്ചാബികൾ രാഘവ് ചഡ്ഡയും സന്ദീപ് പാഠക്കും പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇനി പറയുമ്പോൾ ഒരു പരദൂഷണം കൂടെ പറയട്ടെ, ഏതായാലും പരദൂഷണമായി. രാഘവ് ചഡ്ഡയെ സ്വന്തം മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ മോഹിച്ചിരുന്നു പോലും. മോഹം ഉള്ളിൽ തോന്നുമല്ല, ഇവൻ കൊള്ളാം, നമ്മുടെ പാർട്ടിക്കാരനാണ്, ചെറുപ്പമാണ്, അപ്പോൾ നമ്മുടെ പെൺകൊച്ചിനെ ഇവന് കൊടുത്താൽ എന്താ എന്ന് ഒരച്ഛൻ എന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിച്ചു. രാഘവ് ചഡ്ഡയോട് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. രാഘവ് ചഡ്ഡ അരവിന്ദ് കെജ്രിവാളിൻ്റെ മകളെ കല്യാണം കഴിച്ച് ഒതുങ്ങുന്ന ആളല്ല. അയാൾ അതിലൊക്കെ മിടുക്കനാണ്. അയാൾ കല്യാണം കഴിച്ചത് പരിണീതി ചോപ്ര, അതായത് നമ്മുടെ സിനിമാ നടിയുണ്ടല്ലോ പ്രിയങ്ക ചോപ്രയുടെ സഹോദരിയാണ് പരിണീതി ചോപ്ര. അവരെയാണ് രാഘവ് ചഡ്ഡ കല്യാണം കഴിച്ചിരിക്കുന്നത്. പ്രിയങ്ക ചോപ്രയുടെ അമ്മയും അച്ഛനും അവർ കുടുംബം അടച്ച് പണ്ട് മുതലേ BJPക്കാരാണ്. അപ്പോൾ അവർ രാഘവ് ചഡ്ഡയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നിങ്ങൾ നല്ല ആളാണ്, പക്ഷെ തെറ്റായ പാർട്ടിയിലാണ്, റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി. അതാണ് രാഘവ് ചഡ്ഡ പറഞ്ഞത്. ഐ ആം ദ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്ന് പറഞ്ഞത്. അത് ഈ ഭാര്യയുടെ സഹോദരിയായ പ്രിയങ്ക ചോപ്ര ഈ രാഘവ് ചഡ്ഡയുടെ വായിൽ തിരികെ കൊടുത്ത വാക്കുകളാണ്. അതാണ് രാഘവ് ചഡ്ഡ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് ഡൈനാമിക്സ്, പേഴ്സണൽ, ഫാമിലി, മാരേജ്, പൊളിറ്റിക്സ് എല്ലാം ചേർന്ന ഒരു കുഴഞ്ഞ മറച്ചിലാണ് കേജ്രിവാളിന് ഈ ആഘാതമേറ്റിരിക്കുന്നത്. ഈ ആഘാതത്തിൽ നിന്ന് കേജ്രിവാളിന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. കാരണം കേജ്രിവാളായിരുന്നു ക്രൗഡ് പുള്ളർ ആം ആദ്മി പാർട്ടിയിൽ, സംശയമില്ല. പക്ഷേ പാർട്ടി യന്ത്രം ചലിപ്പിച്ചുകൊണ്ടിരുന്നതും സ്ട്രാറ്റജിയൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നതും എന്തിന് കേജ്രിവാളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ ഇന്നിപ്പോൾ രാജിവെച്ചു പോയ സന്ദീപ് പാഠക്കിനോട് ചോദിക്കേണ്ടിയിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കെട്ടിപ്പടുത്തത് സന്ദീപ് പാഠക്കാണ്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കെട്ടിപ്പടുത്തത് സന്ദീപ് പാഠക്കാണ്, ഗുജറാത്തിൽ ഏകദേശം 12% വോട്ടുമായിട്ട് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ട്. അത് ചെയ്തത് സന്ദീപ് പാഠക്കാണ്. ആ സന്ദീപ് പാഠക്കിനെ 3-4 മാസം മുമ്പ് ഛത്തീസ്ഗഡിൻ്റെ ചുമതലയിലേക്ക് മാറ്റി കേജ്രിവാൾ. ഛത്തീസ്ഗഡിൽ ആം ആദ്മി പാർട്ടിക്ക് അഡ്രസ്സില്ല. സന്ദീപ് പാഠക്കിന് ഛത്തീസ്ഗഡിൻ്റെ ചുമതല കൊടുത്തു. അത് വലിയൊരു അപമാനമായിട്ട് സന്ദീപ് പാഠക് കരുതി. സത്യത്തിൽ സന്ദീപ് പാഠക്കിൻ്റെ ചിറക് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കാരണം പാർട്ടി കെട്ടിപ്പടുത്തവൻ നാളെ ഇതിൻ്റെ കണക്ക് ചോദിക്കും എന്ന് അരവിന്ദ് കെജ്രിവാളിന് അറിയാം, അല്ലെങ്കിൽ ഭയന്നിരുന്നു. അതുകൊണ്ട് സന്ദീപ് പാഠക്കിനെ ഒതുക്കാൻ തീരുമാനിക്കും. ഒരൊറ്റ അടിക്ക് ജാർഖണ്ഡിലേക്ക്
മാറ്റുകയും ചെയ്തു, അതോ ഛത്തീസ്ഗഡിലേക്ക് മാറ്റുകയും ചെയ്തു. സന്ദീപ് പാഠക്കും വ്രണിതഹൃദയനായി, മുറിവേറ്റ സിംഹമായി, രാഘവ് ചഡ്ഡയുമായിട്ട് ചേർന്നു മറ്റുള്ളവരെ എല്ലാം സംഘടിപ്പിച്ചു. അതിൻ്റെ കൂടെ നമ്മളുടെ ക്രിക്കറ്റർ ഹർഭജൻ സിംഗിനെ എന്തിന് ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് അറിയില്ല. പണ്ട് ഹർഭജൻ സിംഗ് ആ പുള്ളി പറഞ്ഞു ശരി ലോക്സഭയെങ്കിലും അല്ല രാജ്യസഭയെങ്കിൽ രാജ്യസഭ എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് ക്യാമ്പയിന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും ഞാൻ ക്രിക്കറ്ററാണ്, എനിക്ക് പൊളിറ്റിക്കൽ ക്യാമ്പയിനൊന്നും എനിക്ക് പറ്റില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ആം ആദ്മി പാർട്ടിക്ക് ഒരു വോട്ട് തരാം, അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. ഇതാണ് ഹർഭജൻ സിംഗ്. അപ്പോൾ ഹർഭജൻ സിംഗിനോട് രാഘവ് ചഡ്ഡ പറഞ്ഞു ചേട്ടാ നമുക്ക് BJPയിൽ പോയാലോ? പിന്നെന്താ, അതിനിപ്പോൾ എന്താ ചെയ്യണം, ഈ കടലാസിലൊന്നും ഒപ്പിട്ടാൽ മതി. റെഡി എന്ന് പറഞ്ഞാൽ ഹർഭജൻ സിംഗ് ഒപ്പിട്ട് കൊടുത്തു. സ്വാതി മലിവാൽ പണ്ടേ തല്ലുകൊണ്ട് ആവശ്യനിലയിലാണ്, അവർ ഒപ്പിട്ട്. ഇങ്ങനെ ഇവർ 7 പേരെ സംഘടിപ്പിച്ചിട്ട് നീറ്റായിട്ട് അരവിന്ദ് കെജ്രിവാളിനിട്ട് ഒരു പാര പണിത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അടിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ എണീറ്റ് വരുമോ കണ്ടു തന്നെ അറിയണം. താങ്ക് യു.